ഇപ്പോൾ നൃപൻ ചേരുകയാണ്. നൃപൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നൃപനെ ടെലിയിൽ കിട്ടിയിട്ടുള്ളത്. കുറച്ചു നേരമായി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് റിപ്പോർട്ട് കൊടുത്തു, അതിനപ്പുറം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹം അച്ചടക്ക സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. ആ അച്ചടക്ക സമിതി അധ്യക്ഷൻ തന്നെ അച്ചടക്കം ലംഘിച്ച് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നു എന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ കൈരളി ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമല്ലേ നൃപൻ റിപ്പോർട്ട് ചെയ്തതും ബ്രേക്ക് ചെയ്തതും? തീർച്ചയായും ഇക്കാര്യത്തിൽ ശരത്ത് സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്, സമഗ്ര റിപ്പോർട്ടല്ല. 4 പേരാണ് ഈ KPCC ചുമതലപ്പെടുത്തിയ സമിതിയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജയന്ത്, ഒപ്പം തന്നെ സണ്ണി ജോസഫ്, TN പ്രതാപൻ. ഇവർ നൽകിയ റിപ്പോർട്ടിൽ പ്രധാനമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ പ്രതികൾ, നമ്മൾ ഈ പറയുന്ന ഇരയുടെ ആൾക്കാർ പറയുന്ന ബന്ധുക്കൾ പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായി ഇവർ ന്യായീകരിക്കുന്നുണ്ട്. അവർക്കൊപ്പം KPCC സമിതി നിൽക്കേണ്ടതാണ്, അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല. പക്ഷേ ഈ കാര്യത്തിൽ നേരിട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് ഇദ്ദേഹത്തിന്റെ DCC ട്രഷററുടെ മരണവുമായി നേരിട്ട് ബന്ധമില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നതാണ്. ഇക്കാര്യത്തിൽ ഇരയെ സംരക്ഷിക്കുന്ന ഇതിലൊരു വിചിത്ര സാഹചര്യമില്ലേ? കാരണം കുടുംബത്തിന്റെ പരാതി എന്താണ്? ആ കുടുംബനാഥന്റെ മരണം, ആ കുടുംബത്തിലെ മറ്റൊരാളുടെ മരണം, ആ മരണത്തിനിടയാക്കിയ ആളുകൾ ഇവരാണ് എന്ന് പറയുമ്പോൾ ആ പരാതി പറഞ്ഞല്ലേ അവർ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പാകെ എത്തുന്നത്. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പും അതിനു മുമ്പ് കൊടുത്ത രേഖകളിലും എല്ലാം, അപേക്ഷകളിലും നിവേദനങ്ങളിലും പരാതിയിലും എല്ലാം ഉള്ളത് ഇതുതന്നെയല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ സംരക്ഷിക്കാനാവുക? തീർച്ചയായും ബന്ധുക്കളുടെ പരാതിയിൽ ഈ പറയുന്ന IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റ് അടക്കം വരുന്ന കോൺഗ്രസിന്റെ നേതാക്കളാണ് പ്രതികൾ. ആ പ്രതികളാണ് ഈ പറഞ്ഞ DCC ട്രഷററുടെ മരണത്തിന് കാരണമാക്കിയതും സാമ്പത്തിക ബാധ്യതയിലേക്ക് അദ്ദേഹം പോകുന്നതും അദ്ദേഹത്തിന്റെ മകനെ വിഷം കൊടുത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് പോകേണ്ടി വരുന്നത്. പക്ഷേ ഇത് വിചിത്രമാണ്. ശരത്ത് പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും പരാതി ന്യായമാണ്, അവരെ സംരക്ഷിക്കാൻ പാർട്ടി കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രതികളെ ഇരയ്ക്കും വേട്ടക്കാർക്കും ഒപ്പം നിൽക്കുന്ന ഒരു നീതി നടപ്പാക്കാനുള്ള ശ്രമമാണ് ഈ KPCC സമിതി ചെയ്തിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. സമഗ്രമായ റിപ്പോർട്ടല്ല, പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഈ പറയുന്ന ഈ പ്രതികളെ വെള്ളപൂശാനുള്ള ശ്രമമാണ് KPCC സമിതി നടത്തുന്നത് എന്ന് പറയേണ്ടി വരും. സമഗ്രമായ റിപ്പോർട്ടിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രതിവാദനമാണ് ഉണ്ടാകുക എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ പ്രാഥമിക റിപ്പോർട്ടിൽ പോലും ഈ പറഞ്ഞ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് KPCCയുടെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കില്ല എന്ന് സമർത്ഥിക്കാനാണ് റിപ്പോർട്ടിൽ ശ്രമിക്കുന്നത്. ശരത്ത്, രസകരമായൊരു ടെസ്റ്റ് ഡോസാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ വളരെ സമർത്ഥനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് അധ്യക്ഷനായി വരുന്ന ഒരു ഉപസമിതി ഒരു പരീക്ഷണം, ഒരു ടെസ്റ്റ് ഡോസ് ഇട്ട് കൊടുക്കുകയാണ്. എങ്ങനെ ഈ പ്രാഥമിക റിപ്പോർട്ട് പൊതുസമൂഹം ഏറ്റെടുക്കുന്നു, ഏതൊക്കെ തരത്തിൽ മാധ്യമങ്ങൾ അതിനെ കാണുന്നു, ഏതൊക്കെ തരത്തിൽ രാഷ്ട്രീയ ലോകം ഇത് ചർച്ച ചെയ്യുന്നു. ഒരു ഭാഗത്ത് ആ ഇരയുടെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്ന വാദം സ്വീകരിക്കുക, എന്നാൽ അവർ ഇരകളാക്കപ്പെട്ട സാഹചര്യം എങ്ങനെയുണ്ടായി, അതിനാരാണ് കാരണക്കാർ, ആരാണ് ഉത്തരവാദികൾ, സ്പഷ്ടമായി ആ പേരുകാർ നിൽക്കുന്നു. അവരിന്ന് ക്രിമിനൽ കേസിൽ പ്രതികളായി നിൽക്കുകയാണ്, അവരെയും മറുഭാഗത്ത് തഴുകി ചേർത്ത് പിടിക്കുന്നു. ഇതെങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നറിയാനുള്ളൊരു ടെസ്റ്റ് ഡോസാണ് ഇപ്പോൾ ആ ഉപസമിതി പ്രാഥമിക റിപ്പോർട്ട് എന്ന നിലയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുകൂടി രസകരമായി കാണാവുന്ന ഒരു കാര്യം തന്നെയാണ്.